ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ടേസ്റ്റിയായ തിരണ്ടി മീൻ കറി തയ്യാറാക്കാം. അതിനായി 1/2 കിലോ തിരണ്ടി മീൻ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ മീൻ ഒരു 10 മിനിറ്റ് നേരം മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനിനൊരു റോ ടേസ്റ്റ് ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സോർട്ട് ചെയ്ത ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടാവും. അപ്പോൾ ആ സമയം മീനിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ വഴറ്റിയെടുക്കാം. മീൻ കുറേ നാൾ കേടുകൂടാതെ കുറച്ച് ഇരിക്കണമെങ്കിൽ ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ഉണ്ടാക്കിയ ഈ മീനിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ടാവും. ആ സമയത്ത് ഒരു 5 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഈ പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും നല്ലപോലെ അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ വേവിച്ചെടുക്കാം. അതിനായി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മീൻ മാഗ്നേറ്റ് ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വയ്ക്കാം. വെച്ച ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്ത് അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സായി ഒരു ചെറിയ ഗ്രേവി പരുവമായി തീരും. അപ്പോൾ അത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ചേർത്ത് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ
ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അതിനു വേണ്ടിയാണ് എല്ലാം സോർട്ട് ചെയ്തെടുക്കുന്നത്. ഈ മിക്സ് ഒന്ന് തിളച്ച് വരുമ്പോൾ എടുത്തു വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് മൂടി വെച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് വറ്റി വരുമ്പോൾ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഈ കറി ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാറ്റിലും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണേ.